ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലിപ്പൻ ആർട്ടാണ്. ഞാൻ പറഞ്ഞു ലിപ്പൻ ആർട്ടാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം ലിപ്പൻ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഡും മിററും വെച്ചിട്ട് ചെയ്യുന്ന ഒരു ആർട്ട് വർക്കാണ്. ഇപ്പോൾ ആദ്യം ഒരു കാർഡ്ബോർഡിൽ നമ്മൾ എന്താണോ ഡിസൈൻ ചെയ്യുന്നത് ആ ഡിസൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ഞാൻ ഈ കാർഡ്ബോർഡിൽ ഒന്ന് ഫുള്ളായിട്ട് വരച്ചെടുക്കാമേ. അപ്പോൾ നമ്മൾ ലിപ്പൻ ആർട്ട് ചെയ്യാനുള്ള ഡിസൈൻ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് മുഴുവൻ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്ലേ ഒട്ടിച്ച് കൊടുക്കണം. അതിനായിട്ട് ഫെവിക്കോള് ആ ഡിസൈൻ്റെ മുകളിൽ കൂടെ തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്ത് നമുക്ക് ക്ലേ ഒട്ടിക്കാം. ഇപ്പം നമ്മൾ ക്ലേ ഒട്ടിക്കണത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ ഷേപ്പിൽ തന്നെ ഒട്ടിക്കാൻ മാക്സിമം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ എല്ലാവരും ഞങ്ങളുടെ പഴയ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കണേ. കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞാലേ നമുക്ക് ചേഞ്ചസൊക്കെ വരുത്തി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഏത് തരത്തിലുള്ള ആർട്ടാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്താൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്താലോ. ഇപ്പോൾ നമ്മൾ ഫുൾ ക്ലേ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫുൾ ബ്ലൂ കളർ അടിച്ചു കൊടുത്തു. ആ ക്ലേയുടെ മുകളിൽ കൂടെ, ക്ലേ ഒട്ടിച്ചതിൻ്റെ മുകളിൽ കൂടെ അടിച്ചു കൊടുത്തിട്ടില്ല. ബാക്കി ഭാഗമൊക്കെ ബ്ലൂ കളർ അടിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തതിന് ശേഷം, ബ്ലൂ കളർ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ക്ലേയുടെ മുകളിൽ കൂടെ ഒരു ഗോൾഡൻ കളറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗോൾഡൻ കളറ് ആദ്യം ഞാനൊന്ന് കൊടുത്തു നോക്കി, പക്ഷേ അത് ആ പെയിൻറ്റ് ക്ലേയിൽ അത്ര പിടിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ബ്ലാക്ക് കൊടുത്ത് ഒന്ന് ഡ്രൈ ആയിട്ടാവാം ഗോൾഡൻ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്ലാക്ക് കൊടുത്തു. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാൻ വീണ്ടും ഗോൾഡൻ കളറ് കൊടുത്തു. ആ ബ്ലാക്ക് പെയിൻറ്റ് ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഗോൾഡൻ കളർ അതിൻ്റെ മുകളിൽ കൂടെ അടിച്ചു കൊടുത്തു. 2 കോട്ട് ഗോൾഡൻ കളർ അടിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊരു കളർ എനിക്ക് കിട്ടിയത്. ഏത് കളർ ചെയ്യുമ്പോഴും ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കളർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഈ ഗോൾഡൻ കളർ, ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ഗോൾഡൻ കളർ കിട്ടിയത് ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞിട്ട്. അതിന് മുമ്പ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഈ ലിപ്പൻ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേയും മിററും കൂടി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ക്ലേയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് മിറർ ഒട്ടിച്ചു കൊടുക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ആദ്യം ഫെവിക്കോള് ക്ലേ ഒട്ടിക്കാത്ത ചില ഭാഗങ്ങൾ വരച്ചതിലുണ്ടായിരുന്നു. ആ ഭാഗത്തൊക്കെ നമുക്ക് മിറർ ഒട്ടിച്ചു കൊടുക്കാം. ആ ഓരോ ശാഖകളുടെ അറ്റത്ത് നമുക്ക് മിറർ ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ആ ഡിസൈനിൽ ഏകദേശമൊക്കെ മിറർ ഒട്ടിച്ച് കഴിഞ്ഞു. ഞാൻ ഒരുപാടൊന്നും മിറർ ഒട്ടിച്ചിട്ടില്ല. ഞാൻ കൂടുതൽ ഒട്ടിച്ച് കൊടുത്തേക്കണത് ബോർഡറിലാണ്. ബോർഡർ മുഴുവൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയും ഡിസൈനിൽ വേണമെങ്കിൽ ഒട്ടിക്കാവുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് മതി എന്ന് വിചാരിച്ചിട്ട് അത്രേ ഒട്ടിച്ചുള്ളൂ. മിറർ നിറഞ്ഞു നിൽക്കുന്നതൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ നമ്മൾ മിററൊക്കെ ഫുൾ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് തൂക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു നൂല് കെട്ടിക്കൊടുക്കാം. നൂല് കെട്ടിക്കൊടുക്കല്ല, ഒട്ടിച്ചു കൊടുക്കുമോ എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ നൂലൊക്കെ കെട്ടിക്കൊടുത്തു, എല്ലാം റെഡിയായി. പക്ഷെ എനിക്കതിനൊരു ഗും തോന്നിയില്ല. അപ്പോൾ ഞാൻ കുറേ മുത്തുകൾ അതിൻ്റെ അകത്തങ്ങ് ഒട്ടിച്ചു കൊടുത്തു. കുറച്ച് ആർഭാടമൊക്കെ ആയി, എന്നാലും അത് ഇരുന്നോട്ടെ വിചാരിച്ച് മുത്ത് കുറച്ചങ്ങ് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം റെഡിയാക്കി. അപ്പോൾ ലിപ്പൻ ആർട്ടിൻ്റെ അവസാനത്തെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ, ടേക്ക് കെയർ.